ശാന്തം മുതലാളി ഒത്തു നോക്കിയേ. എല്ലാം കറക്റ്റ് അല്ലേ? പിന്നെ ഇത് കണ്ടാലേ ഇതിലേതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അച്ചിട്ട പോലെ അതാണ്. അപ്പം എന്നാ ശരി മുതലാളി. ശരി കാശേ, ഞാൻ കടയിലെത്തിക്കാം. ഓക്കെ എന്നാ ശരി. ശരി. ഓ ശരി എന്നാ. ഓക്കെ. മതി നിർത്ത്. മോനെ ബാബുക്കുട്ടാ, നീ എപ്പോ വന്നടാ? എന്റെ ചിറ്റപ്പ, ഞാൻ എത്ര നേരം എന്നറിയോ വന്നിട്ട്. നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലടാ, ഇവിടെ കള്ള് തീരുന്നില്ലടാ. അതിന് അപ്പൊ ഞാൻ എന്തെന്നറിയാം, ഒരു 2 ഏക്കർ തെങ്ങുംപുരയിടം പാട്ടത്തിനെടുത്തു. എന്നിട്ട് ആ തെങ്ങുകളെല്ലാം കൂടെ ചെത്തി അതിലുള്ള കള്ള് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം. അത് നല്ല പരിപാടിയാണല്ലോ ചിറ്റപ്പ. ചിറ്റപ്പൻ തനി കള്ള് കച്ചവടക്കാരനെ. അബ്കാരി. നിനക്കറിയാലോ കള്ളന്റെ വീക്ക്നെസ്സാ. ഓ അല്ല, എവിടെ ചിറ്റപ്പ ചാരിനെടുത്ത സ്വർണം? നോക്കിക്കോ. ഓ, ചാരി ഇതൊക്കെ ഇട്ട് വരുമ്പോഴേ നല്ല മൊഞ്ചത്തിയായിരിക്കും കേട്ടോ. പിന്നെ അവക്കിതൊക്കെ നന്നായി ചേരും. പിന്നെ ചേരും. എത്ര പവനുണ്ട് ചിറ്റപ്പ? സ്വർണ്ണം എടുത്തപ്പോ പവന് 73,000 രൂപയായിരുന്നു. പണിക്കൂലിയും ചേർത്ത് 75,000 രൂപ. മൊത്തം 26 പവൻ. അതിന്റെ വട്ടൊത്തിച്ച് പറഞ്ഞ 19,50,000 രൂപ. കണക്ക് കൃത്യല്ലേടാ ബാബുട്ടാ? പറഞ്ഞ കണക്കൊക്കെ കൃത്യവാ. അത് ബില്ലി കാണണം. ബില്ലുണ്ട്, ബില്ല് കാണും. ദേ നോക്കിയോ. അല്ല, ബാക്കി ഒരു 50,000. അത് ചിറ്റപ്പം വെച്ചു. അല്ല, ബാക്കി ഒരു 50,000 രൂപ ഇങ്ങോട്ട് തന്നിരുന്നെങ്കിൽ നമുക്ക് ഈ കായലിലെ താറാവ് കൃഷി തുടങ്ങായിരുന്നു. കള്ളു വിറ്റ് കാശ് കിട്ടുന്നില്ലേ? പിന്നെ ലക്ഷങ്ങളല്ലേ കിട്ടുന്നേ. അതിനെടുത്ത് തുടങ്ങിക്കോ കൃഷി. പിന്നെ ചാരു ഈ ഓർണമെന്റ്സ് ഇട്ടുകൊണ്ട് വേണം മണ്ഡപത്തിലെത്താൻ. എത്തിക്കണം. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ചിറ്റപ്പ. ബില്ല് വെച്ചോ. താറാവ് കർഷകനാണെന്ന് വിചാരിച്ച അതിനും സമ്മതിക്കില്ല. ഒന്നിനും സമ്മതിക്കാത്ത ഒരു ചെറുക്കൻ. ഷാപ്പ് വികസന വിരോധി. ഒന്നുമില്ല, ഞാനേ ചാർജർ തപ്പിയതാ. ദേ ഇപ്പൊ വന്നേ ഉള്ളൂ. അത് ഞാൻ പോവാം. ഞാനേ